രാവിലെ അടുക്കളയിലൊരു യുദ്ധമാണ് കേട്ടോ. ഒരു 6:30 മണിക്ക് അടുക്കളയിലേക്ക് കയറിയാൽ പിന്നെ ഒരു 10 മണിയാകുന്ന വരെ പണി തന്നെയാണ്. ഇന്നിപ്പോൾ ഇതാ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഞാനിത് ഈ ചെറിയൊരു കുക്കർ ആയതുകൊണ്ട് കുറച്ചധികം വെള്ളമായി പോയാൽ പുറത്തേക്ക് ഇങ്ങനെ ചീറ്റും കേട്ടോ. ഇനി ഇത് നല്ല പരിപ്പ് വെക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു കുക്കറിലാണ് ആ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ വെള്ളം ഇത്തിരി അധികം ആയിപ്പോയല്ലോ, ഒരു കണക്കിൽ കൂടുതലായിപ്പോയല്ലോ. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടിപ്പാണ് ഞാൻ അതിൽ കാണിച്ചത്. കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് മൂടി വെച്ചാൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് തെറിക്കൂല കേട്ടോ. നല്ല എഫക്റ്റാണത്. എപ്പോൾ പുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ ഒരു പുട്ടുപൊടിൻ്റെ റെസിപ്പി ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ആദ്യം തന്നെ റേഷൻ കടയിൽ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് 3 കിലോ എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെക്കുക. അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 കിലോ ആണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് റേഷൻ കടയിൽ അരി തീർന്നിട്ടുണ്ടേനി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറുവ അരിയും ഇടയ്ക്ക് ഈ അരിയാണ് കേട്ടോ വെക്കൽ. പിന്നെ അതാ 2 ദിവസം നല്ല പ്രശ്നമായിന് കേട്ടോ. ഇവിടെ ഈ മോട്ടർ ഒന്നായിട്ട് കത്തിപ്പോയി, പിന്നെ വെള്ളമില്ല, കറണ്ടില്ല, അങ്ങനെ 2 ദിവസം കഴിഞ്ഞു പോയിട്ടോ. പിന്നെ ഇലക്ട്രീഷ്യൻ വന്ന് മോട്ടർ കുത്തി, അയാളത് പിന്നെ മോട്ടറിൻ്റെ ആളെ വിളിച്ച് അയാൾ പിന്നെ കൊണ്ടുപോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാ ഫിറ്റ് ചെയ്യാണ്. രാവിലെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇടയ്ക്ക് കിട്ടോ, എന്നല്ല ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലുണ്ട് കേട്ടോ. അവിടെ ചപ്പാത്തി ഇഷ്ടമാണ് ഇഷുമോനിക്ക്, പിന്നെ കാക്കക്ക്, പിയാപ്പിൾക്കൊക്കെ ചപ്പാത്തിൻ്റെ ആൾക്കാരാണ്. പിന്നെ ഞാനും മോളൊക്കെ തന്നെ ഉള്ളൂ ചപ്പാത്തി ഇഷ്ടമില്ലാത്തത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ വെണ്ടക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെണ്ടക്ക ഞാൻ തലേന്ന് പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചക്കറിയൊക്കെ ഞാൻ അത് അടുത്ത് തന്നെ വീഡിയോ ഇടാം കേട്ടോ. ഒക്കെ സെറ്റാണ്, പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതാ വെണ്ടക്കയിലേക്ക് തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ടതിന് ശേഷം അരിഞ്ഞിട്ടതിന് ശേഷം ഇതാ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ഒരുപാട് ആയിപ്പോണ്ട. പച്ചമുളകാണ് ഏറ്റവും പച്ചക്കറിയിലൊക്കെ ഞാൻ കൂടുതൽ ഇടൽ. മുളക് പൊടി ഞാൻ പറഞ്ഞില്ല, നല്ല എരിവാണ്. പിന്നെ കാശ്മീരി ചേർത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യലാണ്. പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതാ കണ്ടില്ലേ, ആ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം വെള്ളം കുറച്ച് അധികം ഉണ്ട്, എന്നിട്ടും പുറത്തേക്ക് ചീറ്റുന്നൊന്നുമില്ല. പിന്നെ അതാ വെണ്ടക്ക തിളച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്തിട്ട് പിന്നെ വറവിട് തന്നെ, വേറെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. വെണ്ടക്കക്കറി നല്ല ടേസ്റ്റാണ് രാവിലെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ. പിന്നെ ഞാൻ അതിലേക്കുള്ള വെണ്ടക്കക്കറിയിലേക്കുള്ള തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചരുവി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ദാ തേങ്ങ ഇക്കാകണ്ടോ ചരണ്ടിത്തരൽ. ചരണ്ടിപ്പിച്ചാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതെന്താ കൈ ഇത്രയും വലിയ തേങ്ങയാണ് ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയത്. അപ്പോൾ ഈ ഒരു തേങ്ങ എന്ത് തേങ്ങയാണ് ഈ ഉപയോഗിക്കുന്നത്, എത്ര തേങ്ങ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ തന്നെ അത് ചരണ്ടുമ്പോഴും അരയ്ക്കുമ്പോഴും ഒന്നും ആരും ചോദിക്കുകയൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും നമ്മൾ ഹെൽപ്പിന് വിളിച്ചാൽ പിന്നെ ആ കണക്ക് അവർക്ക് ബോധിപ്പിക്കണം. തേങ്ങ ഇപ്പം എന്താക്കുക രാവിലെ ഉപയോഗിക്കുക, നമുക്ക് രാവിലെ കറി വേണം, ഉച്ചക്കത്തേക്ക് കറി വേണം, രാത്രി മീൻ മുളകിടണം, പിന്നെ വെള്ളപ്പോ ദോശയൊക്കെ ആണെങ്കിൽ അതിലേക്ക് തേങ്ങ വേണം. അങ്ങനെയൊക്കെ എന്തായാലും തേങ്ങൻ്റെ ഉപയോഗം ഉണ്ടാവുമല്ലോ. തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ഇവിടെ പെട്ടെന്ന് തീരുമ്പം അത് ചോദിക്കും കേട്ടോ. പിന്നെ രാവിലെ നല്ല തിരക്കായതുകൊണ്ട് ചപ്പാത്തി ആയതുകൊണ്ട് അവിടെ തന്നെ അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ അതിനുകൊണ്ട് മോളെ ഹെൽപ്പ് വാങ്ങിയിട്ട് ഓൾ ചുട്ട് തരാം കേട്ടോ. പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ ചുട്ട് തരികയാണ്. പിന്നെ ആ ഒരു പടവലങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപ്പേരിയൊക്കെയാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് ഈ പടവലങ്ങ ചെറുതാക്കി അരിഞ്ഞത്. പരിപ്പിലിട്ട് കറി വെക്കുന്ന അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഒതുക്കിയിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ട് പിന്നെ അത് വെണ്ടക്ക കറിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഗരം മസാല ഒന്ന് ഇട്ടതായാലും കുഴപ്പമില്ല, ഇടാത്തതായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ പച്ചമല്ലി സ്റ്റൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ചേർക്കുകയാണ്. മല്ലിപ്പൊടിയും കൂടി ചേർക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ അതിലേക്ക് തേങ്ങ കലക്കി വയ്ക്കുകയാണ്. ഒരുപാട് ലൂസായി പോണ്ട, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു ഞെക്ക് പുളി പിയ്യുക, പക്ഷേ പുളിയൊന്നും പിയ്യേണ്ട, തക്കാളീൻ്റെ പുളി തന്നെ ഉണ്ടാവും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം ഇളക്കി ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പച്ചക്കറി വെക്കുമ്പോൾ തേങ്ങ അരച്ച് കലക്കില്ല, അതേപോലെ തന്നെ. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഉപ്പേരി റെഡി ആയിക്കൊണ്ട് കേട്ടോ. രാവിലത്തെ ഒരു ബഹളമാണ് കേട്ടോ ഈ ഒരു കാണുന്ന പണീൻ്റെ ഒരു ബഹളം. അപ്പോൾ അതാ ഇതിലേക്ക് തേങ്ങ ഞാൻ നേരത്തെ തന്നെ ഒതുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും നേരത്തെ പറഞ്ഞല്ലോ ചുവന്നുള്ളിയൊക്കെ കൂടി ചേർത്തിട്ട്. ചുവന്നുള്ളി നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചേർക്കും. നമ്മളെല്ലാ തോരനും ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഇതും. തേങ്ങ ഇതൊക്കെ ഒതുക്കി വേണമെങ്കിൽ ഈ പിന്നെ ചുവന്ന മുളക് ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ രാവിലെ ചപ്പാത്തിയിലേക്ക് കടലക്കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കടലക്കറി ഒരു ദിവസം ഒന്ന് തേങ്ങ വറുത്തരച്ച് വെക്കണം എന്നൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കണം എന്തായാലും. നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴോ പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു, 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു. സാധാരണ ഈ ഒരു ബീഫ് മസാലപ്പൊടിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ വേവിച്ചെടുക്കൽ. അപ്പോൾ ഈ ബീഫ് മസാലപ്പൊടി മസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അതിന്.
പിന്നെ അത് വറവിടുകയാണ്. കറി കടലക്കറി ഇപ്പോഴത്തേക്കും വെണ്ടക്ക കറി വറവിടണം, കടലക്കറി വറവിടണം. അപ്പോഴത്തേക്കും 9 മണിയാകുമ്പോഴത്തേക്ക് പിയാപ്പിളി മക്കളും ഡ്രസ്സൊക്കെ മാറ്റി സ്കൂളിലേക്കുള്ള സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും ഞാൻ തിരക്കിട്ട് എന്താ പറയുക, നല്ല തിരക്കാണ്. മനസ്സ് അതിനെക്കാട്ടും തിരക്കാണ് നമ്മൾ രാവിലെ. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെല ഇട്ടിട്ടാണ് കടലക്കറി വറവിട്ട്. ഈ വെണ്ടക്ക കറിയിൽ കടുകും കറിവേപ്പിൻ്റെലയും മാത്രമാണ് കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ, ആ ഒരു പടവലങ്ങ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ തേങ്ങ ഒതുക്കിയതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഇഷുവിന് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി ആണ്, രാത്രി എന്നും ചപ്പാത്തി ചോദിക്കും. ചില സമയത്തൊന്നും കൊടുക്കൂല കേട്ടോ, സ്ഥിരം. പിന്നെ അത് പഠിച്ചോ എന്നും പറഞ്ഞിട്ട്. ചപ്പാത്തി നല്ലതാണ്, പക്ഷേ അത് ചോറ് തിന്നേണ്ട പ്രായമല്ലേ അവർക്ക്. പിന്നെ ഓനക്ക് 2 ചപ്പാത്തിയും പിന്നെ ഇഷുമോന് ചോറുമാണ് കേട്ടോ. അതാ വെണ്ടക്ക കറിയാണ് കൊടുക്കുന്നത്. പച്ചക്കറി കുഴപ്പമില്ല കേട്ടോ, ഓൾക്ക് ചോറാകുമ്പോൾ ഉപ്പേരി മസ്റ്റാണ്. മോള് സ്ഥിരമായിട്ട് ഓള് ഷോപ്പിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും, കുട്ടികളും കൊണ്ടുപോകും. പിന്നെ പിയാപ്പള ഉച്ചക്ക് ചോറുന്നാൻ വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്ഥിരമായിട്ട് ഓല് ഉപ്പേരിയും മീൻ പൊരിച്ചതൊക്കെ മസ്റ്റാണ് കേട്ടോ ഓൽക്ക്. അപ്പോൾ സ്കൂളിലേക്ക് മീൻ പൊരിച്ച കൊടുക്കില്ല, ഉപ്പേരി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓല അവിടുന്ന് കൊടുക്കണത് അതേപോലെ അതിലേക്കാട് ഇത്തിരി കൂടി കൂടുതൽ നന്നാക്കിയിട്ടാണ് ഞാൻ അവർക്ക് സ്കൂളിലേക്ക് കൊടുക്കൽ. പിന്നെ ബേബിക്ക് ചപ്പാത്തി മതിയെന്ന് ഇക്കാക്ക എടുക്കണ കണ്ടപ്പോൾ ചപ്പാത്തി മതിയെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഞാൻ എന്താക്കി, ചോറ് ഏതായാലും വെച്ചില്ല. ഞാൻ ഓനോട് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ വെച്ചാണ്, അതിന് ചോറ് എന്തായാലും ഈ കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ വേഗം പറഞ്ഞേ കേട്ടിട്ടോ, ഉപ്പേരിയും കറിയൊക്കെ കൊടുത്ത്. പിന്നെ സ്നാക്സായിട്ട് നമ്മൾ എന്തെങ്കിലും ഉള്ളത് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ സ്നാക്സ്. പലഹാരങ്ങൾ കൊടുക്കണ്ടെന്നാണ്. അതധികം കൊടുക്കലുമില്ല, എന്നാലും ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടാവില്ല ഒന്നുമില്ലാത്ത, അപ്പോൾ അങ്ങനെ കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ റോബസ്റ്റ് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ കുടുക്കൻ്റെ കാര്യം 1-2 ആൾക്കാർ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ഇട്ടതാണ് കേട്ടോ 200 രൂപ. ഈ നിമിഷം വരെ 1 രൂപ പോലും അതിലിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഓർഡറുകളൊന്നും ഇല്ലല്ലോ. അതെനിക്ക് ഭയങ്കര, ഞാനിപ്പോൾ ഇങ്ങനെ കാക്കനോട് പറയുന്നു എനിക്ക് ഓർഡർ പറയാം ഒക്കെ വരും ക്ഷമിക്കുക, സമാധാനപ്പെടുക പറഞ്ഞു ഇന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ എനിക്ക് ഓർഡറിലേക്ക് ഭയങ്കര പ്രശ്നം, എനിക്ക് പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഒരു ചെറിയൊരു ഓർഡർ ഉണ്ട്, ഉന്നക്കായ്ക്കും സമൂസക്കും. അത് ചൊറിഞ്ഞ പണിയാണ്, പൈസ ഒന്നും നമുക്ക് അങ്ങനെ കിട്ടുകയില്ല. ഒരു 25 എണ്ണം ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒന്നും കിട്ടൂല നമുക്ക്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ പറ്റൂലല്ലോ. പിന്നെ ആ കുതിർത്ത ഒരു മൂടേരി ഉണ്ടല്ലോ റേഷൻ കടയിൽ, ആ അരി, അതിലേക്ക് ഞാൻ 2 കിലോ പച്ചരി എടുത്തിട്ട് നല്ലോണം കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളത്തിലിട്ട് കഴുകാൻ നേരം നോക്കിയപ്പോൾ ചെറിയ പാത്രമായിപ്പോയി. അപ്പോൾ ആ 2 പാത്രത്തിലാക്കേണ്ടി വന്നു. പിന്നെ ഞാൻ അടിച്ചു മാറ്റിയില്ലേ ആ ഒരു പ്ലേറ്റ്, അതിലാണ് ഇപ്പോൾ ഞാൻ ചായയും ചോറും എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഞാൻ അതിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാത്രം. നല്ലൊരു ക്യൂട്ട് പാത്രം, നല്ല ഭംഗിയുള്ളൊരു പാത്രം അല്ലേ, ക്യൂട്ട് നല്ല ഭംഗിയുള്ള പാത്രം. അതിലാണ് ഇപ്പോൾ ഞാൻ ചോറും ഒക്കെ തിന്നൽ. നല്ല രസമാണ്. അങ്ങനെ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ ചില പാത്രങ്ങളിൽ നമുക്ക് തിന്നാൻ. നിങ്ങൾക്കിട്ടോ അങ്ങനെ? പിന്നെ കഴുകി ഊറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ. ഗോതമ്പ് അന്ന് ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പാണ്. കാരണം ഇത് വീട്ടിൽ വന്നിട്ട് പൊടിപ്പിക്കാനുള്ള കൊണ്ടുതരിക എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ചാർജൊന്നും എടുക്കലില്ല കേട്ടോ. ഞാൻ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു 10-50 എടുത്താലും പ്രശ്നമില്ല. ഇതൊരു വലിയൊരു ടെൻഷനേനി ഈ ഒരു പൊടിപ്പിക്കൽ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുറ്റത്ത് ചെടീൻ്റെ ചോട്ടിൽ ഇങ്ങനെ പൂ തൊഴിഞ്ഞെടുക്കണത്. മോള് കേട്ടാൽ എന്നെ കളിയാക്കും. നിങ്ങൾക്കൊരു വല്ലാത്തൊരു ഇഷ്ടങ്ങളാണ് പറയും. തേങ്ങ കൂട്ടിയിടുക, തേങ്ങ കൊണ്ട് വെളിച്ചെണ്ണ ആക്കുക, അതൊക്കെയാണ് നിങ്ങളെ ഇഷ്ടങ്ങൾ എന്ന് പറയും. പിന്നെ അതേപോലെ പൂവ് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ഉണ്ടാക്കണ ഒരു പ്രാന്തൊന്നുമില്ല കേട്ടോ എനിക്ക്. പക്ഷേ ഈ പൂ ഉണ്ടാകണ ഈ ഒരു ചെടി എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബോറടിച്ചെങ്കിൽ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കല്ല കേട്ടോ. എന്നാലും ഒന്നും കൂടി പറയട്ടെ, എൻ്റെ ഒരു ഇഷ്ടമാണത്. എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി ആ ഒരു ചെടി. നിക്കോളാസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ അതെന്നോ കുഴിച്ചിട്ടിട്ട് എനിക്ക് തോന്നുന്നു 4-5 കൊല്ലറ്റായിട്ടുണ്ട് ആ ഒരു കൊമ്പ് വെച്ചിട്ട്. ഇപ്പോഴാണ് അതൊന്ന് വലുതായി പൂവിട്ട്, നിറച്ചും പൂവുണ്ട് കേട്ടോ. ആ പൂവ് കാണുമ്പോൾ നല്ലൊരു സന്തോഷം. പിന്നെ ഈ പൂവ് ഇങ്ങനെ അടിച്ചു വാരുമ്പം അതിലും വലിയൊരു സന്തോഷം. പിന്നെ നമ്മൾ ആ ഒരു പ്ലാവ് ഉണ്ടല്ലോ, ഞാൻ നല്ലോണം ചീത്ത വിളിച്ചേ, ആ പ്ലാവ് വീണ്ടും എന്താ ഇപ്പം ഞാൻ അതിന് പറയുക, നല്ലോണം ഇല ഉണ്ടായി ഇവിടെ, നല്ല തൊയ്യലൊടുങ്ങി കേട്ടോ. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പിന്നെ പിറ്റേന്നത്തെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. അത് പുട്ടാണ്. നമ്മൾ ആ ഒരു പുട്ടുണ്ടല്ലോ, നമ്മൾ പൊടിപ്പിച്ച ആ പുട്ടിൻ്റെ അതാണ് കേട്ടോ. അന്ന് വൈകുന്നേരം തന്നെ ഓല് കൊണ്ടുതന്ന് ഗോതമ്പ് പൊടിയും കൊണ്ടു തന്നിക്കണ്, പുട്ടുപൊടിയും കൊണ്ടു തന്നിക്കണ്. ഇനി അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കണം, അത്രയേ ഉള്ളൂ. നല്ല പുട്ടാണ് കേട്ടോ. നല്ല അജിമിന്നമായിട്ട് അത്രയും സോഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കഴുകി ഊറ്റി പൊടിപ്പിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ പുട്ടുപൊടി.
അന്നത്തെ തംബ്നെയിൽ കണ്ട പോലെ നമ്മളെ മെയിൻ ടോപ്പിക്ക് പറയട്ടെ. നമ്മുടെ ഏതൊരു വീട്ടമ്മൻ്റെ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ അടുക്കള മുറ്റത്ത് ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം മസ്റ്റാണ് കേട്ടോ. ഇനി ഇല്ലാത്തപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി വാടകയ്ക്ക് താമസിക്കുന്ന പോലായാലും ഫ്ലാറ്റിൽ താമസിക്കുന്ന പോലായാലും സ്ഥലമില്ലാത്ത പോലായാലും ഇനി ഗ്രോ ബാഗ് വാങ്ങുക, അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ചട്ടി ഉണ്ടാവും, പൊട്ടുകയൊന്നുമില്ല, അത് വാങ്ങി കുഴിച്ചിടുക. ഇത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ അടുത്താണ്ടോ ഈ കുരുമുളകിൻ്റെ തൈ വാങ്ങിയത്. പിന്നെ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം, എൻ്റെ ഒരു സന്തോഷങ്ങളോട് അറിയിക്കുകയാണ്. അത് എൻ്റെ കുരുമുളക് ഇങ്ങനെ തിരിയിട്ടിക്കണം കേട്ടോ. അത് യമുന അന്ന് എനിക്ക് എന്നും കഴിഞ്ഞ കൊല്ലമാണോ അതിന് മുന്നത്തെ കൊല്ലമാണോ ഓർമ്മയില്ല. അത് എനിക്ക് ആ സമയം ഒരു ഇത്തിരി അങ്ങനെ പ്രശ്നം വരലുണ്ട്. 6 മാസം ഒരു കൊല്ലമുള്ളത് ചിലപ്പോൾ ഞാൻ 6 മാസം എന്ന് പറയും, 6 മാസമുള്ള ഒരു കൊല്ലം, ആ സമയം എനിക്ക് ഒരു ഇതില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ ആവശ്യത്തിനുള്ള കുരുമുളക്, മഞ്ഞൾ, പിന്നെ പെട്ടെന്ന് മീനൊന്നും കിട്ടിയില്ല ഒരു കർമൂസ, പിന്നെ അതേപോലെ ഡെയിലി കറിവേപ്പിൻ്റെ ഇല നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് പറിക്കാനുള്ളൊരിത് വേണം. എന്തെങ്കിലും ഒരു ഉപ്പേരിക്ക് ഒരു ഇലവർഗ്ഗങ്ങളായാലും മതി, മുരിങ്ങൻ്റെ ഇല ആയാലും മതി, എന്തെങ്കിലും ഒന്ന് അത് മസ്റ്റാണ് നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയേ പറ്റൂ. അത് നിർബന്ധമായിട്ടും എൻ്റെ പ്രേക്ഷകർ, അതായത് എൻ്റെ ഫാമിലിയിലുള്ളവർ, എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ആരൊക്കെ വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടെന്നും ഒന്നും കമൻറ്റ് പറയണേ. പിന്നെ അതാ ഈ 3 കൊല്ലമായി ഞാൻ ഈ ഒരു മഞ്ഞൾ ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. സാധാരണ മഞ്ഞൾ ഞാൻ 1 കിലോനോ 1 കിലോനോ വാങ്ങി പൊടിപ്പിച്ച് വെക്കലാണ്. പക്ഷേ ഇപ്പം ഞാൻ മഞ്ഞളുടെ വിത്ത് കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് 50 രൂപക്കാണ് ഞാൻ ആ വിത്ത് വാങ്ങിയത്. അപ്പോൾ ആ കൊല്ലം നട്ട് പിറ്റത്തെ കൊല്ലം നട്ട് 3-ാമത്തെ കൊല്ലമാണ് കേട്ടോ അത് നട്ടിട്ട്. 3-ാമത്തെ കൊല്ലമാണ് ഞാൻ മഞ്ഞൾ വാങ്ങാതെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കോവക്കാണ്. ഇതും എൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ. കോവക്കൻ്റെ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ കോവക്ക എങ്ങനെയൊക്കെ പടർത്തി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കാക്ക ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ആ മഞ്ഞൾ വാവാണ് കേട്ടോ കുഴിച്ചിട്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ഉമ്മൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന ചെറുനാരങ്ങൻ്റെതാണ്. പിന്നെ അതാ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട്, അതൊന്നും പിന്നെ പ്രശ്നമില്ല, നാരങ്ങ സ്റ്റാർ ഫ്രൂട്ടൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുരുമുളക്, കറിവേപ്പിൻ്റെ ഇല, കർമൂസ, പച്ചമുളക്, പിന്നെ മഞ്ഞൾ എന്തായാലും ഗ്രോ ബാഗിലും എന്തായാലും ഉണ്ടായിക്കോളി, എന്തായാലും ഉണ്ടാവും ചെയ്യും. പിന്നെ അതേപോലെ തൊട്ടടുത്തുള്ള കൃഷിഭവനൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വിത്ത് വാങ്ങിയാൽ മതി കേട്ടോ. നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് പറിച്ചല്ലോ, ബാക്കിയുള്ള 2 എണ്ണമാണ് കേട്ടോ അത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ മറന്നോന്നറിയില്ല, ഇനി പറഞ്ഞിക്കണോ അറിയില്ല. അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം കേട്ടോ, എത്ര വേണമെങ്കിലും ഇടാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.